ജനപ്രതിനിധികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശമായ ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ അകത്തുള്ള വളവന്തടുക്ക വാർഡിലെ ശാരദ മെമ്പർ. അതായത് ഇവിടുത്തെ ജനങ്ങൾ സ്നേഹപൂർവ്വം മനസ്സിൽ ചാലിച്ച് വിളിക്കുന്ന സ്വന്തം ശാരദട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്നതാണ് അതിർത്തി തർക്കങ്ങളും സ്വത്ത് തർക്കങ്ങളും ഭൂമി തർക്കങ്ങളും ഒക്കെ ഉള്ളത്. ഇവിടെ മാതൃകയാവുന്നത് ഇവിടുത്തെ സ്വന്തം വാർഡിൽപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി ഇവിടുത്തെ മെമ്പർ തൻ്റെ സ്വന്തം സ്വകാര്യ ഭൂമിയിൽ നിന്ന് മലയോര ഹൈവേക്ക് ഏറ്റവും അടുത്ത് തൊട്ട് കിടക്കുന്ന കണ്ണായ ഭൂമിയിൽ നിന്നും ഇവിടുത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി, അതായത് ഇവിടുന്ന് പോകുന്ന മലയോര ഹൈവേയിൽ നിന്ന് അപ്രോച്ചായി പോകുന്ന കുറ്റുമ്പ, മുതുവത്തുമൂല, അർലുണ്ട ഭാഗത്തേക്ക് പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി തൻ്റെ സ്വകാര്യ ഭൂമിയിൽ നിന്നും 10 സെന്റോളം സ്ഥലം നാടിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അഭിനന്ദനാർഹമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിനകത്ത് തന്നെ പഞ്ചായത്ത് ഓഫീസിനകത്ത് ഒരു സാധാരണക്കാരൻ കയറിപ്പോകുമ്പോൾ, ഒരു പൗരൻ കടന്നു പോകുമ്പോൾ അവന്റെ മുഖമടിച്ചു പൊട്ടിക്കാനും ചോര ചീറ്റിക്കാനും കാത്തു നിൽക്കുന്ന അതേ ജനപ്രതിനിധികൾ കാത്തു നിൽക്കുന്ന പഞ്ചായത്തിനകത്ത് തന്നെയാണ് ഇത്തരം മാതൃകാപരമായ, മനുഷ്യത്വം മരവിച്ചു പോവാത്ത, സഹജീവികളോട് സ്നേഹമുള്ള, കരുണയുള്ള, അനുകമ്പയുള്ള ഇതുപോലെയുള്ള മെമ്പർമാരും കൂടെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യത്വം മരവിച്ചു പോയിട്ടില്ലാത്ത മാനുഷികതയും പരിഗണനയും സൃഷ്ടാവിന്റെ സൃഷ്ടികളോട് അനുകമ്പയും കരുണയും കാണിക്കുന്ന ജീവിതങ്ങൾ, മനുഷ്യർ ഇന്നും നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, ഇന്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഈ ഒരു റോഡിന്റെ കാര്യം ഇന്നാട്ടിലെ ജനങ്ങൾ ഒക്കെയും അതിന് എത്ര മാത്രം സ്വീകാര്യതയോടുകൂടെ നെഞ്ചിലേറ്റിയും കൊണ്ട് സ്വീകരിച്ചു എന്നുള്ളതിൽ മറ്റൊരു തർക്കവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ സംഘടന മതഭേദമന്യേ നിറഭേദമന്യേ ജനപ്രതിനിധികളുടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് മാതൃകയാക്കാൻ, ഉത്തമ മാതൃകയാക്കി കാണിച്ചു തരുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അത് കേരളത്തിലെ തന്നെയല്ല നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായി കാണിക്കേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിനും ബഹുമാനപ്പെട്ട നിലവിലെ വളവന്തടുക്ക വാർഡിന് മെമ്പർക്കും 1000 നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ.